welcome Mr. Andrew Workey. വേദിയിലും സദസ്സിലും സന്നിധരായിട്ടുള്ള വിശിഷ്ട അതിഥികളെ, പ്രത്യേകിച്ച് ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സ്റ്റെഫാനോസ് പിതാവെ, കാത്തലിക് അസോസിയേഷൻ്റെ ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ വളരെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടു കൂടി ഈ അവസരത്തിൽ നൽകുകയാണ്. നമുക്ക് വൈദികർ ഇവിടെ വളരെ വിശദമായി ഈസ്റ്റർ മെസ്സേജ് നൽകിയുണ്ടായി. അതിൽ എന്നെ സ്പർശിച്ചത് നമ്മുടെ പിതാവ് പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം അല്ലെങ്കിൽ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരെ കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് നിങ്ങൾക്ക് സമാധാനം. അതെ, ഈസ്റ്ററിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് തന്നെ സമാധാനവും പ്രത്യാശയുമാണ്. ഇന്ന് ലോകത്ത് അശാന്തിയും യുദ്ധങ്ങളും നടക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ലോകത്തിൽ സമാധാനം ഉണ്ടാവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മുടെ കടമയാണ്. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ശൂന്യമായ കല്ലറ അത് ലോകത്തില് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ കല്ലറ മാത്രമാണ് ശൂന്യമായ കല്ലറയുള്ളൂ. ലോകത്തിലെ ഒത്തിരി പ്രമുഖരായ ആളുകൾ മരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ മൃതദേഹം ഉണ്ടാവും, അല്ലെങ്കിൽ അവശിഷ്ടങ്ങളെങ്കിലും കല്ലറയിലുണ്ടാകും. പക്ഷേ യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ് ശൂന്യമായ കല്ലറ. അതാണ് നമ്മുടെ വിശ്വാസം. യേശു ക്രിസ്തുവിന്റെ കല്ലറ ശൂന്യമാണെന്ന് പറയുമ്പോൾ അതിനൊരു ആഹ്വാനമുണ്ട്. നമ്മളുടെ ഇടയിലും നമുക്കും ചില കല്ലറകളുണ്ട്. ഒരുപക്ഷെ പാപ ചിന്തകളാകാം, പാപ ചെയ്തികളാകാം, തെറ്റായ പ്രവർത്തനങ്ങളാകാം. ആ കല്ലറകളെല്ലാം നമുക്ക് ശൂന്യമാക്കി ഹൃദയം വിശുദ്ധമാക്കി നല്ല പ്രവർത്തികൾ ചെയ്ത് നമുക്ക് സമാധാനം, നമുക്കും കുടുംബത്തിനും സമൂഹത്തിനും അതുവഴി ലോകമെമ്പാടും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ പ്രസിഡന്റ് വളരെ വ്യക്തമായി, വളരെ വിശദമായി സംസാരിച്ചു. അടുത്ത സെക്ഷനും ചാരിറ്റി സെക്ഷനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ രണ്ടാം വരവ് എന്ന് പറയേണ്ടി വരും. പണ്ട് ഒത്തിരി ചാരിറ്റി പ്രവർത്തനം എല്ലാം ചെയ്തിരുന്നു. അതിനുശേഷം രണ്ടാം വരവിൽ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത്, അതിനാക്കം കൂട്ടിയത് ശ്രീ പോൾ ജോസഫ് പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയും ആയിരുന്ന 2019 2019 ടേഷൻ സെന്ററിൽ വെച്ച് നമുക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ സ്റ്റെഫാനോസ് പിതാവ് ആ പ്രവർത്തന ഉദ്ഘാടനം, ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം അന്ന് അദ്ദേഹത്തിന്റെ പുണ്യ കരങ്ങളാൽ, കരസ്പർശത്താൽ അന്ന് കാത്തലിക് അസോസിയേഷനെ അനുഗ്രഹിച്ച് നിലവിളക്ക് കൊളുത്തി അനുഗ്രഹിച്ച് ഇന്നും ആ നിലവിളക്ക് ദീപശിഖയായി വളരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും അതിനുശേഷം പല പിതാക്കന്മാരും നമ്മുടെ സംഘടനയിൽ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്ന് അനുഗ്രഹിക്കുകയും ചെയ്തതിന്റെ ഫലമാണ്. ഈ അവസരത്തില് പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും കാത്തലിക് അസോസിയേഷന്റെ പേരിൽ പ്രത്യേകം അർപ്പിക്കുന്നു. ഒരു കൈയടിക്കുക. ഒരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ, വളരെ ഭംഗിയായി കുറച്ച് വർഷങ്ങളായി നമ്മുടെ കാത്തലിക് അസോസിയേഷൻ വളരെ ഭംഗിയായി വരുന്ന പ്രസിഡന്റുമാരും ടീമും വളരെ ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും ശ്രീ ജോസഫ് മാത്യു ഇഞ്ചിക്കലിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഒരു ദിശാബോധത്തോടു കൂടി നമ്മൾ നേരത്തെ വീടുകൾ വെച്ചു കൊടുക്കുന്നു, അനാഥാലയങ്ങളിൽ സംഭാവന കൊടുക്കുന്നു. ആ ലെവലെല്ലാം വിട്ട് പള്ളികളില്ലാത്ത രൂപതകൾ നോർത്ത് ഇന്ത്യയിൽ ഒരു പള്ളി പണിയാൻ പോലും സാധിക്കുന്ന രീതിയിലേക്ക് കാത്തലിക് അസോസിയേഷൻ വളർന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം കൊണ്ടാണ്. ആ സഹകരണത്തിന് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വളരെ ഭംഗിയായി ഈ അസോസിയേഷൻ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റ് ശ്രീ ജോസഫ് മാത്യു ഇഞ്ചിക്കൻ ടീമിന് ബോർഡ് ഓഫ് ട്രസ്റ്റിയുടെ എല്ലാവിധ സഹകരണവും
ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ മംഗളങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.